ഡെസിമൽ നമ്പേഴ്സിന്റെ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ആദ്യം ഡെസിമൽ നമ്പേഴ്സിനെ 10, 100, 1000 എന്നിവ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 0.5 ഡിവൈഡ് ബൈ 10. ഒരു ഡെസിമൽ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡെസിമൽ പോയിന്റ് ഒരക്കം ഇടത്തോട്ട് മാറും, അതായത് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 0.05 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 22.6 ഡിവൈഡ് ബൈ 100. ഒരു ഡെസിമൽ നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് 2 സ്ഥാനം ഇടത്തോട്ട് മാറും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 0.226 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 2.55 ഡിവൈഡ് ബൈ 1000. ഒരു ഡെസിമൽ നമ്പറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറും. പക്ഷെ ഇവിടെ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിൽ ഒരക്കം മാത്രമേ അല്ല ഉള്ളൂ. അപ്പോൾ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറണമെങ്കിൽ എത്ര സീറോയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം? ആ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സീറോയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആൻസർ എത്ര വരും? 0.00255 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 0.48 ഡിവൈഡ് ബൈ 10. ഇപ്പോൾ ഇവിടെ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഒരക്കം ലെഫ്റ്റിലോട്ട് മാറും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 0.048 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 124.8 ഡിവൈഡ് ബൈ 1000. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് 3 അക്കം ലെഫ്റ്റിലോട്ട് പോകും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 0.1248 എന്ന് കിട്ടും. ഓക്കെ, ഡെസിമൽസിന്റെ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് നമുക്കൊന്ന് നോക്കാം. അടുത്ത ചോദ്യം 0.5 ഡിവൈഡ് ബൈ 0.02. ഇവിടെ 0.02 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഒരു ഡെസിമൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഡെസിമൽ സ്ഥാനം ഒന്ന് മാറ്റണം. ഇവിടെ 0.02ൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 അക്കം ഉണ്ട്. ആ ഡെസിമൽ പോയിന്റ് 2 സ്ഥാനം റൈറ്റിലോട്ട് മാറാൻ, അതായത് അതിന്റെ ഡെസിമൽ പ്ലേസ് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 0.5 × 100. അപ്പോൾ ഡെസിമൽ പോയിന്റ് 2 സ്ഥാനം റൈറ്റിലോട്ട് മാറും. അപ്പോൾ അത് 50 ആവും. 0.02 × 100 ഡെസിമൽ പോയിന്റ് 2 സ്ഥാനം റൈറ്റിലോട്ട് മാറും, 2 കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 50 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 25 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 63.6 ഡിവൈഡ് ബൈ 12. ഇവിടെ 12 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 12 ഒരു ഡെസിമൽ നമ്പർ അല്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. 63.6 ഡിവൈഡ് ബൈ 12. 63ൽ എത്ര 12 ഉണ്ടെന്ന് നോക്കുക. 5 12 ഉണ്ടാവും. 5 12 × 12 60 ആണ്. റിമൈൻഡർ 3 ആണ്. ഇനിയാണ് ഡെസിമൽ പാർട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരത്തിലും എന്തിടുക? ഒരു ഡെസിമൽ പോയിന്റ് ഇടുക. എന്നിട്ട് 6 താഴെ കൊണ്ടുവരിക. 36ൽ എത്ര 12 ഉണ്ടെന്ന് നോക്കുക. 3 12 ആണ്. 3 × 12 36. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 5.3 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 12.5 ഡിവൈഡ് ബൈ 2.5. 12.5 ഡിവൈഡ് ബൈ 2.5. 2.5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഡെസിമൽ പോയിന്റിനെ മാറ്റണം. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരൊക്കെ ഉള്ളൂ. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 125 ഡിവൈഡ് ബൈ 25 എന്ന് കിട്ടും. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 0.488 ഡിവൈഡ് ബൈ 0.8. ഇവിടെ 0.8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 0.8ൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരക്കം. അപ്പോൾ ഡെസിമൽ സ്ഥാനം മാറ്റാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 0.488നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് ഒരു സ്ഥാനം റൈറ്റിലോട്ട് പോകും. ദാറ്റ് ഈസ് 4.88 ഡിവൈഡ് ബൈ 8 എന്ന് കിട്ടും. ഇത് 4.88 ഡിവൈഡ് ബൈ 8. ഇപ്പോൾ ഡെസിമൽ പോയിന്റ് മാറിയല്ലോ. ഇനി സാധാരണ, അതായത് എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ സംഖ്യയുടെ ഡെസിമൽ പോയിന്റ് മാറി. ഇനി സാധാരണ ഡിവൈഡ് ചെയ്യുന്നത് പോലെ ചെയ്യുക. 4.88 ഡിവൈഡ് ബൈ 8. ഇവിടെ ആദ്യം 4ൽ 8 പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വരുന്നത് ഡെസിമൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ മുകളിലും എന്ത് കൊടുക്കുക? ഉത്തരത്തിലും എന്ത് കൊടുക്കുക? ഡെസിമൽ പോയിന്റ് കൊടുക്കുക. ഇനി 48ൽ എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കുക. 48ൽ എത്ര പ്രാവശ്യം പോകും? 6. 6 8s are 48 അല്ലേ? റിമൈൻഡർ 0 ആണ്. പിന്നെ എന്ത് ചെയ്യുക? 8നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 8ൽ എത്ര പ്രാവശ്യം 8 പോകും? 1 ടൈംസ്. അപ്പോൾ എത്ര കിട്ടും? ആൻസർ 0.61 എന്ന് ആൻസർ കിട്ടും. ഓക്കെ.